ഇതാണ് നമ്മുടെ കോളേജിൽ ഇലക്ട്രിക് സ്കൂട്ടർ തന്നെ വണ്ടി പോകുന്ന കുറച്ച് പാട്ടുകൂടെ സെറ്റ് ആണെങ്കിൽ പാട്ട് ഇട്ട് നമുക്ക് സൈക്കിൾ ഓടിക്കാം. അത് സ്കൂട്ടർ വല്ല ഓടിക്കുകയും ചെയ്യാം, നമുക്ക് ചവിട്ടുകയും ചെയ്യാം. അപ്പൊ നമ്മൾ ചവിട്ടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇവിടെ ബാറ്ററി ഹീറ്റ് ആയാലും കത്തിയാലും പോകും. നമ്മളിപ്പോ ഉള്ളത് സത്യം പറഞ്ഞ ഇലക്ട്രിക് വെഹിക്കിൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഓടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് ഞാനൊരു ഇലക്ട്രിക് സൈക്കിൾ ഓടിക്കാൻ പോകുന്നത്. അതിന്റെ വിശേഷങ്ങളും കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. സംഭവം എങ്ങനെയൊക്കെ ഉണ്ടാക്കിയതും. തോമസും വിശാലും നമ്മുടെ ക്ലാസ്മേറ്റ് ആണ്. പക്ഷെ എനിക്ക് കുറച്ച് പേര് സ്വന്തം ചങ്കാണ്. ഇവന്മാര് നമുക്ക് സൈക്കിൾ ഇതിന്റെ മോഡിഫിക്കേഷൻ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പറഞ്ഞു തരും. ഓക്കെ, കാര്യം എങ്ങനെയൊക്കെയായിരുന്നു? ഓക്കെ, സത്യം പറഞ്ഞാൽ സാധാരണ നേരത്തെ പറഞ്ഞല്ലോ, ഒരു നോർമൽ സൈക്കിൾ തന്നെയാണ്. നോർമൽ സൈക്കിളിനെ നമ്മളൊരു EV ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതാകുമ്പോൾ ഇപ്പം നമുക്കിപ്പോൾ ചെറിയൊരു ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് പോകണമെങ്കിൽ ഇപ്പം സൈക്കിൾ എന്താ ഉപയോഗിക്കാത്ത ആൾക്കാർ ചോദിച്ചോടനെ പറയും അത് ചവിട്ടാൻ മെനക്കേടാ അടിയൊക്കെ. ഇതാകുമ്പോൾ നമ്മുടെ കേസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊരു സ്കൂട്ടർ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചവിട്ടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇവിടെ ത്രോട്ടിൽ കൊടുത്താൽ തന്നെ നമ്മുടെ സ്കൂട്ടറിലൊക്കെ ഉള്ള ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇരുന്ന് പോകാം. അപ്പം ത്രോട്ടിൽ കൊടുത്താൽ നമുക്ക് സുഖമായിട്ട് പോകാം. ഇൻ കേസ് നമ്മുടെ ഇപ്പം ബാറ്ററി വല്ലതും തീർന്നു പോയാലോ, അല്ലെങ്കിൽ നമുക്കിപ്പം വർക്കൗട്ട് ഉണ്ട്, രാവിലെ ഒരു മോർണിംഗ് വർക്കൗട്ട് വേണം. ഇപ്പോൾ രാവിലെ ഒരു വലിയ രീതിയിൽ അങ്ങ് സൈക്കിൾ ചവിട്ടി പോകാമെന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ നമുക്ക് ചവിട്ടിയിൽ അങ്ങ് പോകാം. എന്നിട്ട് തിരിച്ചു വേണമെങ്കിൽ നമുക്ക് തളർന്നു പോയി ചവിട്ടാൻ ആരോഗ്യമൊന്നുമില്ല, കാലൊന്നും വയ്യെങ്കിൽ നമുക്ക് തിരിച്ച് ത്രോട്ടിൽ കൊടുത്ത് ഒരു സ്കൂട്ടർ കണക്ക് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വരികയും ചെയ്യാം. ഓക്കെ, സ്കൂട്ടർ വല്ല ഓടിക്കുകയും ചെയ്യാം, നമുക്ക് ചവിട്ടുകയും രണ്ടും കൂടെ ഒരെണ്ണത്തില്. ഓക്കെ, എന്നിട്ട് നമ്മൾ ബേസിക് ആയിട്ട് എന്തൊക്കെ നമ്മൾ ഇതിനകത്ത് ചെയ്തതെന്ന് പറയാം. മെയിൻ ആയിട്ട് നമ്മുടെ ഇവിടെ ഒരു ബാറ്ററി വരുന്നുണ്ട്. ഇതൊരു 48 വോൾട്ടിന്റെ ഒരു ബാറ്ററിയാണ്, ലിഥിയം അയൺ ബാറ്ററി. ഒരു 10.5 AH ഒരു ബാറ്ററിയാണ് നമുക്ക് ഇവിടെ വരുന്നത്. അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഒക്കെ കിട്ടുന്നതാണ്. ഓക്കെ, നമ്മൾ പിന്നെ ഒരു മോട്ടറും കൂടെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഒരു ഹബ് മോട്ടറാണ് ഇവിടെ വരുന്നത്. മോട്ടർ വീലിൽ തന്നെയാണ്, അകത്ത് തന്നെ ഇരിക്കുക മോട്ടർ, ഹബ് മോട്ടർ. സാധാരണ നമുക്ക് മിഡ് ഡ്രൈവ് മോട്ടർ ഒക്കെയാണ് വരുന്നത്. മിഡ് ഡ്രൈവ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ആയിരിക്കും വരുന്നത്. ഇതിന്റെ കേസിൽ ഇതിൽ തന്നെ ആയിരിക്കും നമ്മുടെ മോട്ടർ വരുന്നത്. ഇതൊരു 250 വാട്ടിന്റെ ഒരു മോട്ടറാണ് നമുക്ക് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. BLDC ഹബ് മോട്ടർ എന്റെ പേര് എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് വരുന്നതും ഈ മോട്ടറും ബാറ്ററിയും. പിന്നെ ഈ ബാറ്ററിയുടെ സംഭവം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഊരി എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാനൊക്കെ വെക്കാം. പിന്നെ അല്ല ഹൈടെക് ആണ്, അടിച്ചോണ്ട് പോകാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ബാറ്ററി. ഇപ്പൊ നമുക്ക് വീട്ടിലൊക്കെ പോയിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ ഇതെടുത്തോണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ചാർജർ ഉണ്ട്, ചാർജ് വെച്ച് ഇവിടെ പ്ലഗ് ഇൻ ചെയ്താൽ മതി. പ്ലഗ് ഇൻ ചെയ്ത് നമുക്ക് ചാർജ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബാറ്ററി എത്ര ഇതുണ്ട്, സ്റ്റാറ്റസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. എത്ര ഇതുണ്ട്, പെർസെന്റേജ് ഉണ്ടെന്നൊക്കെ അതറിയാൻ പറ്റും. കട്ടയുണ്ടെന്ന് തിരിച്ച് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ തിരിച്ചിവിടെ കൊണ്ടുവന്ന് ചാർജ് ചെയ്ത് ഫിറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ബേസിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. താക്കോല് അതിനകത്ത് വേണമെങ്കിൽ അതിനകത്ത് ഇടാം. അത് ഓൺ ചെയ്യണം, ഓൺ ചെയ്താൽ നമ്മുടെ പവർ വരത്തുള്ളൂ. അത്രയും സേഫ്റ്റി സംഭവങ്ങളാണ്. മാക്സിമം എത്ര സേഫ്റ്റി വരും അത്രയും സേഫ്റ്റിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബാറ്ററി ഒക്കെ അത്രയും സേഫ്റ്റി പക്ക സാധനങ്ങളൊക്കെയാണ്. ബാറ്ററി ഹീറ്റ് ആയാലും കത്തിയാലും പോകും. ഇല്ല, അത് അങ്ങനെ പോകത്തില്ല. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു കൺട്രോളർ വെച്ചിട്ടുണ്ട്. ഇൻ കേസ് ഓവർ ഹീറ്റോ അല്ല നമ്മുടെ മോട്ടർ എടുക്കുകയാണെങ്കിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വർക്കാവത്തില്ല. അപ്പം ഒരു ഓവർ ചാർജ് ആണ്, ഓവർ കറണ്ട് ആണ് എടുക്കുന്നത്. ഈ കൺട്രോളർ പറയും ഓവർ കറണ്ട് ആണ് എടുക്കുന്നത്, സോ ഇനി ഇത്രയും കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യും. പക്ഷെ ഓടും, വീല് കറങ്ങൊക്കെ ചെയ്യും. അത് നോർമൽ ചവിട്ടാൻ പറ്റും. വണ്ടി വിടുന്ന പോലെ എന്ത് വെച്ചോ. പിന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് തെക്കുമ്പോഴത്തേക്കും ഇവിടെ ഡിസ്പ്ലേ ഉണ്ടായി. ഒരു ഘട്ടം പറഞ്ഞു 5 കിലോമീറ്റർ ഓടി. പിന്നെ നമുക്ക് റേഞ്ചും എല്ലാം കാണിക്കും, എത്ര ദൂരം പോകാൻ പറ്റും. അപ്പം നമുക്കിപ്പം ട്രിപ്പ് സെറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മളിതാ വണ്ടി ഓല വണ്ടി ഇല്ലയോ, പാട്ടുകൂടെ സെറ്റപ്പ് ആണെങ്കിൽ പാട്ടിട്ട് നമുക്ക് സൈക്കിൾ ഓടിക്കാം. അത് നിങ്ങൾ കമന്റ് ചെയ്യും, വേണമെങ്കിൽ നമ്മൾ അത് സെറ്റപ്പ് ചെയ്യാം. പാട്ട് വെച്ച് ഒരു മൂഡാക്കാം. പിന്നെ ഇതിനകത്ത് വേറെ വരുന്ന പ്രത്യേകത വെച്ചാൽ ക്രൂയിസ് മോഡാണ്. കാറിനകത്തൊക്കെയാണെങ്കിൽ നമുക്ക് സ്പീഡ് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കണ്ട, ത്രോട്ടിൽ കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട, തന്നെ വണ്ടി പോകും. ആ മൂഡ് തന്നെ ഇതിനകത്ത് സ്റ്റോപ്പ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ബ്രേക്ക് ചെയ്താൽ ക്രൂയിസ് കൺട്രോൾ മോഡ് സ്റ്റോപ്പ്. നമ്മൾ കൈ പോലും കൊടുക്കണ്ട, ഫോൺ ഉണ്ട്, ലൈറ്റ് ഉണ്ട്. റിവേഴ്സ് ഇല്ല, സൈക്കിൾ ഇല്ല പയ്യെ കൊടുത്താൽ. ഞാനിപ്പോ ഓടിക്കാൻ പോകുന്ന ഇലക്ട്രിക് സ്കൂട്ടർ തന്നെ വണ്ടി പോകുന്നുണ്ടേ. നോക്കിയേ, കൈ വിട്ടു. അയ്യോ, കൈ വിടാൻ പറ്റത്തില്ല കേട്ടോ. പോകുന്നില്ല വണ്ടി. പോയി
സംഭവം നമുക്ക് ചവിട്ടേണ്ട ആവശ്യമില്ലാണ്ടോ. നോർമലി നമുക്ക് TKM ഒക്കെ ഫുള്ള് കിടന്ന് കറങ്ങാൻ പറ്റും കേട്ടോ. TKM ഒക്കെ ഫുള്ള് കണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് കണ്ട പോകാൻ പറ്റും. സൂപ്പർ സാധനം കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് ഇരുന്നാൽ മതി, ജസ്റ്റ് ചവിട്ടേണ്ട ആവശ്യമില്ല. ഞാൻ ചവിട്ടുന്നവരും ഇല്ല. സംഭവം കൊള്ളയില്ലേ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള വണ്ടിയൊക്കെ ഓടിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇല്ലയോ. ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ കൂട്ടണം കേട്ടോ. ഒരു 10, 11, 12 മാക്സിമം സ്പീഡ് അതാണെന്ന് തോന്നുന്നു കേട്ടോ. TKM ഫുള്ള് നമുക്ക് കണ്ടു നോക്കാം എങ്ങനെ സംഭവം എങ്ങനെയൊക്കെയാണെന്ന് കേട്ടോ. ചവിട്ടുന്നില്ല സൈക്കിള്, സംഭവം കൊള്ളടാ. നോക്കിയേ കേട്ടോ. നമുക്ക് ഇവിടുന്ന് കറങ്ങി പോകും, അല്ലെങ്കിൽ പിന്നെ ബാറ്ററി ചാർജ് തീർന്നു പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ തന്നെ അടിക്കും. നമുക്ക് ഇവിടുന്ന് വണ്ടി വളയ്ക്കാം. അതാണ് സംഭവം. നോർമലി TKMൻ്റെ ഫ്രണ്ടിലെത്തി നമ്മൾ ഫ്രണ്ടിൽ നമുക്കിട്ട് വളയ്ക്കാം. ഇതുണ്ടോ, ഇതാണ് നമ്മളെ കോളേജിൽ മൊത്ത കാലും കാറയും സംഭവമൊക്കെ നേരി കണ്ടോ. ഇത് നമ്മൾ വണ്ടി നോർമലി ഓടിക്കത്തില്ലോ. വണ്ടി ഓടിക്കണോ പിള്ളേരെ, വണ്ടി ഓടിക്കണോ? ചുമ്മാ കൈ കൊടുത്താൽ മതി കണ്ടോ. ഫുള്ള് സ്പീഡിൽ പറക്കും വണ്ടി. TKM ഫുള്ള് മാക്സിമം സ്പീഡ് നോക്കും. മാക്സിമം സ്പീഡ് നമുക്ക് നോക്കാം. 23, 24, 27, 30. അത്ര മാക്സിമം സ്പീഡ് നമുക്ക് എത്തിയത്. നമുക്ക് വണ്ടി നമുക്ക് കൊടുക്കാം. ഈ വണ്ടി കൊടുത്ത് ഈ വണ്ടി വലിയ കേടായി പോയി പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഇനി ആർക്കും വണ്ടി റൈഡ് ചെയ്തോളൂ. ഓക്കെ ഗൈസ്, ഇതാണ് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും. സംഭവം കൊള്ളാം കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഇലക്ട്രിക് സൈക്കിൾ ഓടിക്കുന്നത്. നമ്മൾ ഇരുന്ന് കറങ്ങുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. സംഭവം കൊള്ളാം. ഇങ്ങനെ കുറേ ഐഡിയാസൊക്കെ വരട്ടെ, നമുക്ക് സെറ്റാക്കാം, നമുക്ക് പവർ ആക്കാം. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.